ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ NCERT മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 8 ഹിസ്റ്ററി ചാപ്റ്റർ 6 കൊളോണിയലിസം ഇൻ ദ സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊരു നല്ലൊരു ചാപ്റ്ററാണ്. നമ്മൾ ഡൽഹിയെ എങ്ങനെയാണ് ഡൽഹി ഇപ്പോൾ ന്യൂ ഡൽഹിയായി മാറിയതെന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമാകുന്നുണ്ട്. The making of New Delhi. In 1803, the British gained control over Delhi after defeating the Marathas. Since the capital of British India was Calcutta, the Mughal emperor was allowed to continue living in the palace complex in the Red Fort. The modern city, as we know it today, developed only after 1911 when the Delhi became the capital of British India. അപ്പോൾ 1803 ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? മറാത്താസിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയിട്ട് ഡൽഹീൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെ ഇപ്പോഴത്തെ പണ്ടത്തെ ബ്രിട്ടീഷ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൽക്കത്തയായിരുന്നു. മുഗൾ എംപറർ എന്ത് ചെയ്തു? അവർക്ക് പാലസ് കോംപ്ലക്സിനകത്ത് താമസിക്കാൻ, റെഡ് ഫോർട്ടിനകത്തുള്ള പാലസ് കോംപ്ലക്സിൽ താമസിക്കാൻ തുടങ്ങി. അതിന് അവകാശം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ സിറ്റി ആയത് 1911 ശേഷമാണ്. അതിന് ശേഷമാണ് ഡൽഹി എന്തായത്? നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് മാറിയത്. ഡിമോളിഷിങ് എ പാസ്റ്റ്, ഒരു പാസ്റ്റിനെ പറ്റിയുള്ളൊരു എങ്ങനെയാണ് ഒരു പാസ്റ്റ് നശിച്ചത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Before 1857, the developments in Delhi were somewhat different from those of colonial cities. അതായത് ഡൽഹിയുടെ ഡെവലപ്മെൻറ്റ് ബാക്കിയുള്ള സിറ്റീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. ഇൻ മദ്രാസ്, ബോംബെ, കൽക്കത്ത, the living space of Indian and British were sharply separated. The Indians lived in black areas while the British lived in well laid out white areas. In Delhi, especially in the first half of the 19th century, the British lived along the wealthier Indians in the walled city. The British learned to enjoy Urdu or Persian culture and poetry and participated in the local festivals. അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കൊളോണിയൽ സിറ്റീസിലെല്ലാം പോലെ തന്നെ ആയിരുന്നു ഡൽഹിയിലെ അവസ്ഥ. മദ്രാസിലും കൽക്കട്ടയിലൊക്കെ എന്തായി? നമ്മുടെ ഇന്ത്യൻസും ബ്രിട്ടീഷേഴ്സും താമസിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇന്ത്യൻസ് എന്തായിരുന്നു? അവരുടെ റേസിനനുസരിച്ച് അവർ ബ്ലാക്ക് ഏരിയാസിലും, ബ്രിട്ടീഷേഴ്സ് അവിടുത്തെ വൈറ്റ് ഏരിയാസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് അവിടുത്തെ നല്ല കണ്ണായ സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഡൽഹിയെ നോക്കുകയാണെങ്കിൽ ഏകദേശം 19th സെഞ്ച്വറിയുടെ ഹാഫോളം ബ്രിട്ടീഷേഴ്സ് എന്തായി? നമ്മുടെ വെൽത്തിയർ ആയിട്ടുള്ള ഇന്ത്യൻസിൻ്റെ കൂടെ, രാജാക്കന്മാരുടെ കൂടെയൊക്കെ ആയിരുന്നു വോൾഡ് സിറ്റിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു? ഈ ഉറുദു അല്ലെങ്കിൽ പേർഷ്യൻ കൾച്ചറൊക്കെ പഠിച്ച് എൻജോയ് ചെയ്ത് ഈ പറയുന്ന അവരുടെ കാവ്യങ്ങളൊക്കെ വായിച്ച് അങ്ങനെ ലോക്കൽ ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. The establishment of Delhi College in 1792 led to a great intellectual flowering in the sciences as well as humanities, largely in the Urdu language. Many refer to this period from 1830 to 1857 as a period of Delhi Renaissance. അതായത് ഡൽഹി കോളേജ് 1792 ഉണ്ടായത്. അത് നല്ല സയൻസിലും ഹ്യൂമാനിറ്റീസിലൊക്കെ നല്ലൊരു ഇൻ്റലക്ച്വൽ ഫ്ലവറിങ് എന്ന് പറയുന്ന നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി, എസ്പെഷ്യലി ഈ ഉറുദു ലാംഗ്വേജിൽ. കാരണം പേർഷ്യൻ ഓർ ഉറുദു കൾച്ചറുള്ളതാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ 1830 to 1857 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഡൽഹി റീനൈസൻസ് അല്ലെങ്കിൽ ഡൽഹി നവോത്ഥാനം, ഡൽഹിയിൽ മാറ്റങ്ങൾ വന്നൊരു കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം 27 വർഷം. All this changed after 1857. During the revolt that year, as you have seen, the rebels gathered in the city and persuaded Bahadur Shah to become the leader of the uprising. Delhi remained under rebel control for 4 months. അപ്പോൾ 1857 ശേഷം എല്ലാം മാറി, റിവോൾട്ട് ഉണ്ടായി. ഈ റെബൽസ് എല്ലാവരും കൂടെ, അതായത് നമ്മളെ എതിരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ, റെബൽസ് എന്നങ്ങനെ പറയാം, അവരൊക്കെ എന്ത് ഡൽഹിയിലേക്ക് വന്നു. അവർ പറഞ്ഞു ബഹദൂർ ഷാ ജഫാർ അവരുടെ ലീഡറായിട്ട് മാറണമെന്ന് പറഞ്ഞു. ഡൽഹി അങ്ങനെ റെബൽ കൺട്രോൾ ഏകദേശം 4 months വരെ റിമൈൻ ചെയ്തു. ഇനി when the British gained the city, they embarked on a campaign of revenge and plunder. The famous poet Ghalib witnessed the events of time. This is how he described the ransacking of Delhi in 1857. When the angry lions entered the town, they killed the helpless and burned houses. Hordes of men and women, commoners and noblemen poured out of Delhi from the 3 gates and took shelter in a small communities and tombs outside the city. അതായത് ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് ഇങ്ങനെ ഡൽഹിയിലേക്ക് സിറ്റിയിലേക്ക് വന്നപ്പോൾ അവരെന്തായി? പുതിയ ഇങ്ങനത്തെ റിവെഞ്ച് ആൻഡ് പ്ലണ്ടറിൻ്റെ ക്യാമ്പയിൻ, അതായത് നമ്മുടെ വൈരാഗ്യത്തിൻ്റെയും ഇങ്ങനെ കൊള്ളയടിപ്പിൻ്റെയും ഒരു ക്യാമ്പയിൻ
സ്റ്റാർട്ട് ചെയ്തു. എംബാർക്ക്ഡ് എന്ന് പറയുമ്പോൾ ബിഗാൻ ചെയ്തു. ഫേമസ് പോയറ്റ് ഖലീബ് എന്താ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹിയിലെ ഈ കൊള്ളയടിക്കുന്ന റാൻസാക്കിംഗ് ഒക്കെ 1857 പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് എപ്പോഴാണോ ഈ ആംഗ്രി ലയൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷേഴ്സ് അവരുടെ ടൗണിലേക്ക് എത്തിയോ അതിനുശേഷം അവർ നിരാലംബരായിട്ടുള്ള ആൾക്കാരെ കൊല്ലുകയും അവരുടെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഒരു കൂട്ടം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും സാധാരണക്കാരെയും നല്ല വ്യക്തികളെയൊക്കെ അവരെന്ത് ചെയ്തു, ഡൽഹിയിലെ 3 ഗേറ്റിൽ നിന്ന് പുറത്താക്കിയിട്ട് അവരൊക്കെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസിൽ അതുപോലെ ചെറിയ ചെറിയ ടൗൺസിലൊക്കെയാണ് അവർ പോയിട്ട് ഷെൽട്ടർ തേടിയത്. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ടു പ്രിവെൻറ്റ് അനദർ റെബേലിയൻ ദ ഡൽഹി എക്സൈൽഡ് ബഹദൂർ ഷാ ടു ബർമ ആൻഡ് ഡിസ്മാൻഡിൽഡ് ഹിസ് കോർട്ട്, റേസ്ഡ് സെവറൽ ഓഫ് ദ പാലസസ്, ക്ലോസ്ഡ് ഡൗൺ ദി ഗാർഡൻസ് ആൻഡ് ബിൽഡ് ബരാക്സ് ഫോർ ട്രൂപ്സ് ഇൻ ദെയർ പ്ലേസ്. ഈ ഒരു അടുത്ത റെബലിയൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബഹദൂർ ഷായെ നാട് കടത്തി എക്സൈൽ ചെയ്തു ഇപ്പോഴത്തെ മ്യാൻമറിലേക്ക് നാട് കടത്തി. അദ്ദേഹത്തിൻ്റെ കോടതി അവർ പൊളിച്ചു. പാലസിൻ്റെ പല ഭാഗങ്ങളും അവർ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഗാർഡൻസ് അവർ ക്ലോസ് ചെയ്തു. ഇങ്ങനത്തെ ആ സ്ഥലത്തിൽ അവരെന്ത് ചെയ്തു, അവർ ബരാക്സ് ഫോർ ട്രൂപ്സ് അവരുടെ സോൾജേഴ്സിന് വേണ്ടി താമസിക്കാനുള്ള താമസ സ്ഥലം ഒരുക്കി. ഈ ഫിഗർ 6 ബ്രിട്ടീഷ് ഫോഴ്സസ് റീക്കിംഗ് വെഞ്ചിയൻസ് ഓൺ ദി സ്ട്രീറ്റ്സ് ഓഫ് ഡൽഹി മസാക്കറിങ് ദ റെബൽസ്. അപ്പോൾ ഈ ഒരു റെബൽസ്, അതായത് ഈ നമ്മുടെ ഇന്ത്യൻസിനെയാണ് റെബൽസ് എന്ന് പറയുന്നത്, അവരെ എന്തായി ബ്രിട്ടീഷേഴ്സ് നല്ല രീതിയിൽ അടിക്കുന്നു കുത്തുന്നതും. വെഞ്ചിയൻസ് എന്ന് പറയുമ്പോൾ അവരുടെ എതിർപ്പ് കാണിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്. സോഴ്സ് 2 എന്താ പറയുന്നത്, ദർ വാസ് once a city of his name. Ghalib lamented the changes that were occurring and wrote sadly about the past that was lost. He wrote, "What can I write? The life of Delhi depends on the Fort Chandni Chowk, the daily gatherings at the Jamuna Masjid Bridge and the annual Gulfar Roshan. When all these things are no longer there, how can Delhi live? Yes, there was once a city of this name in the dominions of India." അതായത് ഈ പറയുന്ന സോഴ്സ് 2 എന്താ പറയുന്നത്, ഖലീബ് എന്ന് പറയുന്ന പോയറ്റ് അദ്ദേഹം ഡൽഹിയിലെ എല്ലാ മാറ്റങ്ങളും ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം സങ്കടത്തോടെ ഇങ്ങനെ എഴുതി, എന്താണ് ഞാൻ എഴുതുക, ഡൽഹി എന്ന് പറയുന്നത് അവിടെ കോട്ടകൾ, ഫോർട്ടുകളും ചാന്ദിനി ചൗക്കും ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാതറിങ്സും ജമുന ബ്രിഡ്ജും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആനുവൽ ഗൾഫ റോഷൻ, അതായത് അവിടുത്തെ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഫെസ്റ്റിവലൊക്കെ ആയിരുന്നു മെയിൻ എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഡൽഹിയിൽ എങ്ങനെ ജീവിക്കും? ഡൽഹി ഒരു കാലത്ത് നല്ലൊരു സിറ്റി ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാവുന്നത്. The British wanted Delhi to forget its Mughal past. The area around the fort was completely cleared of gardens, pavilions and mosques, though temples were left intact. The British wanted a clear ground for security reasons. Mosques in the particular were either destroyed or put to other uses. For instance, Zinat al-Masjid was converted into bakery. Noon worship was allowed in the Jama Masjid for 5 years. 1/3 of the city was demolished and its canals were filled up. ബ്രിട്ടീഷേഴ്സിന് എന്താ വേണ്ടിയിരുന്നത്, മുഗൾ പാസ്റ്റ് മറക്കാനും അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, അവിടുത്തെ ഗാർഡൻസ് അതുപോലെ തന്നെ പവേലിയൻസ്, ഓരോരോ അങ്ങനത്തെ പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ പള്ളികളൊക്കെ അവർ ഒഴിപ്പിച്ചു. പക്ഷേ ടെമ്പിൾസൊക്കെ എന്തായി, അതേപോലെ തന്നെ അവർ നിലനിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, അവർ നമ്മുടെ ഗ്രൗണ്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ട്, സെക്യൂരിറ്റി റീസൺസ് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മോസ്കുകളൊക്കെ എന്ത് ചെയ്തു, നശിപ്പിച്ചു. അതുപോലെ തന്നെ വേറെ ആവശ്യങ്ങൾക്കായിട്ട് മോസ്കുകളെ ഇങ്ങനെ നിർമ്മിച്ചു. ഫോർ ഇൻസ്റ്റൻസ്, സീനത്തൽ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മസ്ജിദ് എന്ത് ചെയ്തു, അവർ ബേക്കറി ആക്കിയിട്ട് മാറ്റി. ജമാ മസ്ജിദുകളിൽ ഏകദേശം 5 വർഷത്തോളം കാലം ഒരു വർക്ക്ഷിപ്പും ഒരു ആരാധനയും നടത്തണ്ടെന്ന് പറഞ്ഞു. ഏകദേശം ഒരു സിറ്റിയുടെ 1/3 വരെ അവർ നശിപ്പിച്ചു. കനാൽസൊക്കെ എന്തായി, ഫുൾ ഫിൽഡായി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഇൻ ദി 1870s, the western walls of Shahjahanabad were broken to establish the railway and to allow the city to expand beyond the walls. The British now began living in the sprawling civil lines area that came in the north, away from the Indians in the walled city. Delhi College was turned into a school and shut down in 1877. ഏകദേശം 1870 എന്തുണ്ടായത്, നമ്മുടെ ഷാജഹാനാബാദിൻ്റെ വെസ്റ്റേൺ വാൾസൊക്കെ അവർ നശിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്, റെയിൽവേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അതുപോലെ തന്നെ ഈ വാൾസ് സിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാൾസ് എന്ത് ചെയ്തു, അവർ
എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ ഡൽഹി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ഇപ്പം ഏകദേശം അവരുടെ സിവിൽ ലൈൻസൊക്കെ സ്ട്രോളിങ് സിവിൽ ലൈൻസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അത് നോർത്തിലാണ് ഏകദേശം തുടങ്ങിയത്. ഇത് ഏകദേശം നമ്മുടെ വേൾഡ് സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരെയാണ്. ഈ ഡൽഹി കോളേജ് സ്കൂളാക്കി മാറ്റി ആൻഡ് ഷട്ട് ഡൗൺ ഇൻ 1877. ഡൽഹി കോളേജ് ഷട്ട് ഡൗൺ ചെയ്തത് 1877 ആണ്. ഈ പറയുന്ന ഫിഗർ 8 വ്യൂ ഫ്രം ദി ജമാ മസ്ജിദ് ആഫ്റ്റർ ദി സറൗണ്ടിങ് ബിൽഡിങ്സ് വർ ഡെമോളിഷ്ഡ്. അതായത് ഈ പറയുന്ന ജമാ മസ്ജിദിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്ന ഒരു ഫോട്ടോയിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ടോംബൊക്കെ കാണാൻ പറ്റും. അതിന് ചുറ്റുള്ള ഏരിയ എന്ത് ചെയ്തു, അവരുടെ ചുറ്റുമുള്ള ഏരിയാസിലുള്ള ബിൽഡിങ്സൊക്കെ അവരെന്ത് ചെയ്തു, നശിപ്പിച്ചു. പ്ലാനിങ് എ ന്യൂ ക്യാപിറ്റൽ, ഒരു ന്യൂ ക്യാപിറ്റലിൻ്റെ പ്ലാനിങ്. The British were fully aware of the symbolic importance of Delhi. After the revolt of 1857, many spectacular events were held there. In 1877, Viceroy Lytton organized a darbar to acknowledge Queen Victoria as the Empress of India. അപ്പോൾ ഡൽഹി എല്ലാവർക്കും അറിയായിരുന്നു, അതായത് ബ്രിട്ടീഷേഴ്സിന് അറിയായിരുന്നു ഡൽഹി എന്ന് പറയുന്നത് ഒരു സിംബോളിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണെന്നും. അതുപോലെ തന്നെ 1857 ഒരുപാട് നമ്മൾ അങ്ങനെ കാഴ്ചക്കാരെ ഇങ്ങനെ ഇതാക്കുന്ന ഒരുപാട് ഇവൻറ്റ്സ് അവിടെ ഡൽഹിയിൽ 1857 ശേഷമുള്ള റിവോൾട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1877 വൈസ്രോയ് ലൈറ്റൻ എന്ത് ചെയ്തു, അത് ഒരു ദർബാർ ഓർഗനൈസ് ചെയ്തു. അതായത് ഒരു മീറ്റിംഗ് പോലെ ഇത് ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ക്വീൻ വിക്ടോറിയ, അല്ലേ, ഇംഗ്ലണ്ടിലെ ക്വീൻ വിക്ടോറിയ അവിടുത്തെ എംപ്രസ് ആയിട്ട്, അവിടുത്തെ എന്താ പറയുക, എംപററിൻ്റെ സ്ത്രീലിംഗമാണല്ലേ എംപ്രസ് എന്ന് പറയുന്നത്, അവിടുത്തെ രാജ്ഞിയായിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞു. റിമെമ്പർ ചക്രവർത്തിനി എന്ന് പറയും. റിമെമ്പർ ദാറ്റ് ഡൽഹി വാസ് സ്റ്റിൽ ദ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ബട്ട് ദ ഗ്രാൻഡ് ദർബാർ വാസ് ബീങ് ഹെൽഡ് ഇൻ ഡൽഹി. വൈ വാസ് ദിസ് സോ? അതായത് അറിയാം കൽക്കത്തയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ അന്നും, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഗ്രാൻഡ് ദർബാർ ഡൽഹിയിൽ നടന്നത്, എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചത്. ഡ്യൂറിങ് ദ റിവോൾട്ട് ദ ബ്രിട്ടീഷ് ഹാഡ് റിയലൈസ് ദാറ്റ് മുഗൾ എംപറർ വാസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ടു ദ പീപ്പിൾ ആൻഡ് ദേ സോ ഹിം ആസ് എ ലീഡർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദർബാർ മീറ്റിംഗ്സ് എല്ലാം ഡൽഹിയിൽ നടന്നതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ റിവോൾട്ടിൻ്റെ സമയത്ത് ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന മുഗൾ എംപറേഴ്സ് ഈ പറയുന്ന ജനങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ, അതായത് ചക്രവർത്തിയെ അവിടുത്തെ ലീഡറായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് വാസ് ദെയർഫോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സെലിബ്രേറ്റ് ബ്രിട്ടീഷ് പവർ വിത്ത് പോം ആൻഡ് ഷോ ദി സിറ്റി ദ മുഗൾ എംപറേഴ്സ് ഹാഡ് ഏർലിയർ റൂൾഡ് ആൻഡ് ദ പ്ലേസ് വിച്ച് ഹാഡ് ടേൺ ഇൻ ടു എ റെബൽ സ്ട്രോങ് ഹോൾഡ് ഇൻ 1857. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സിന് എന്ത് മനസ്സിലായി, അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം, ഇപ്പോൾ പൊങ്ങച്ചം, അതായത് പോമ്പ് എന്ന് പറയുന്നത് പൊങ്ങച്ചമൊക്കെ കാണിക്കാനും മുഗൾ എംപറേഴ്സ് ആണ് സിറ്റീനെ ഏർലിയർ റൂൾ ചെയ്തതെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അതായത് അതുകൊണ്ടാണ് ദർബാർ എന്ത് ചെയ്തത്, ഇവിടെ നടന്നത്, ഡൽഹിയിൽ നടന്നത്, കൽക്കത്തയിൽ നടക്കാനിരുന്നത്. In 1911, when King George V was crowned in England, a darbar was held in Delhi to celebrate the occasion. The decision to shift the capital of India from Calcutta to Delhi was announced at this darbar. അപ്പോൾ 1911 കിങ് ജോർജ് വി എന്ത് ചെയ്തു, അവിടുത്തെ ഇംഗ്ലണ്ടിലെ ക്രൗൺ, അതായത് അവിടെ കിരീടം ഏറ്റെടുത്തു. അപ്പോൾ ആ ഒരു ദർബാർ, അതിന് വേണ്ടിയിട്ട് ആ ഏറ്റെടുത്ത സമയത്ത് നമ്മുടെ ഡൽഹിയിലൊരു ദർബാർ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഡൽഹിയിലെ ഇന്ത്യയുടെ ക്യാപിറ്റൽ കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത്. അതായത് അപ്പോഴാണ് ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തതെന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഫിഗർ 9 നിങ്ങൾക്ക് കാണാൻ പറ്റും കൊറോണേഷൻ ദർബാർ ഓഫ് കിങ് ജോർജ് വി 12 ഡിസംബർ 1911 ഏകദേശം ഓവർ 1 lakh ഇന്ത്യൻ പ്രിൻസസ് ആൻഡ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആൻഡ് സോൾജേഴ്സ് ഗ്യാദർ അറ്റ് ദർബാർ. ഈ കാണുന്ന ഒരു സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഡൽഹിയിൽ ദർബാർ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ കിങ് ജോർജ് വി ക്രൗൺ ചെയ്തപ്പോൾ, അവിടുത്തെ ഇംഗ്ലണ്ടിലെ രാജകുമാരനായിട്ട് കിരീടം ഏറ്റെടുത്തപ്പോൾ ഏകദേശം 1 lakhoളം ആളുകൾ, അതിൽ പ്രിൻസസ്മാരുണ്ട്, അതുപോലെ രാജാക്കന്മാരും, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓഫീസേഴ്സും, ഇതുപോലെ തന്നെ നമ്മുടെ പട്ടാളക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ആൾക്കാരായിരുന്നു ആ ഒരു ഫംഗ്ഷനിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. New Delhi was constructed as a 10 square mile city on Raisina Hill, south of the existing city. Two architects, Edward Lutyens and Herbert Baker, were called on to design New Delhi and its buildings.
അപ്പോൾ ന്യൂഡൽഹി എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 സ്ക്വയർ മൈൽ സിറ്റി ആയിട്ടാണ് റൈസീന ഹിൽസിൻ്റെ അവിടെ 10 സ്ക്വയർ മൈലായിട്ടാണ് ന്യൂഡൽഹി കൺസ്ട്രക്ട് ചെയ്തത്. അതായത് ഇപ്പോഴത്തെ ഡൽഹിയുടെ എക്സിസ്റ്റിംഗ് സിറ്റിയുടെ ഏകദേശം സൗത്ത് ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ ഡൽഹി എന്ന് പറയുന്നത് ഒരു സിറ്റി, അതിൻ്റെ സൗത്ത് ഭാഗത്താണ് 10 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ മൈൽ സിറ്റി ആയിട്ട് റൈസീന ഹില്ലിൻ്റെ അവിടെ ഒരു ന്യൂഡൽഹി എന്ന് പറയുന്ന സിറ്റി കൺസ്ട്രക്ട് ചെയ്തത്. അതിന് 2 ആർക്കിടെക്ട്സ് ആയിരുന്നു. എഡ്വാർഡ് ലുട്ടിയൻസ് എന്ന ആർക്കിടെക്റ്റും ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റും ആയിരുന്നു നമ്മുടെ ഡൽഹിയിലെ ഓരോ ഡിസൈൻസും ബിൽഡിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് കോംപ്ലക്സിൻ്റെ ന്യൂഡൽഹി കൺസിസ്റ്റഡ് ഓഫ് 2 മൈൽ അവന്യൂ. ന്യൂഡൽഹി വാസ് കൺസ്ട്രക്റ്റഡ് ആസ് എ 10 സ്ക്വയർ മൈൽ സിറ്റി ഓൺ റൈസീന ഹിൽ സൗത്ത് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിറ്റി. അപ്പോൾ ഈ പറയുന്ന ന്യൂഡൽഹിയിൽ എന്തുണ്ട്, ന്യൂഡൽഹിയിലൊരു ഗവൺമെൻറ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അത് ഏകദേശം 2 മൈൽ അവന്യൂ, അതായത് 2 മൈൽ പാത്വേ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ന്യൂഡൽഹി ഉണ്ടാക്കിയത് 10 സ്ക്വയർ മൈൽ സിറ്റി ആയിട്ടാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, സൗത്ത് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിറ്റി എന്ന് പറഞ്ഞു. 2 ആർക്കിടെക്ട്സിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കൂടെ വന്നു പോയതാണ്. അപ്പോൾ ഈ പറയുന്ന 2 മൈൽ അവന്യൂ ഉണ്ട് ഈ ഗവൺമെൻറ് കോംപ്ലക്സിൻ്റെ എതിർവശത്തായിട്ടുള്ളത്. കിങ്സ് വേ, ഇപ്പോഴത്തെ രാജ്പാത്ത് എന്ന് പറയും ആ ഒരു വേക്ക്, ആ 2 മൈൽ അവന്യൂക്ക്. അത് ലെഡ് ടു ദ വൈസ്രോയ്സ് പാലസ് വിത്ത് ദ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്സ് ഓൺ ദ എയ്തർ സൈഡ് ഓഫ് ദ അവന്യൂ. അപ്പോൾ ഈ പറയുന്ന പാത്വേയുടെ എവിടേക്കായി പാത്വേ എത്തുന്നത്? വൈസ്രോയുടെ പാലസിലേക്ക്, ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ഭവനിലേക്കാണ് എത്തുന്നത്. അതിൻ്റെ അടുത്തടുത്തായിട്ട് എന്തുണ്ട്, സെക്രട്ടേറിയറ്റ് ബിൽഡിങ്സും കാണാൻ പറ്റും ഈ അവന്യൂവിൻ്റെ. ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഗവൺമെൻറ് ബിൽഡിങ്സ് വർ ബോറോഡ് ഫ്രം ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ഇന്ത്യസ് ഇമ്പീരിയൽ ഹിസ്റ്ററി, ബട്ട് ദ ഓവറോൾ ലുക്ക് വാസ് ക്ലാസിക്കൽ ഗ്രീസ്. അതായത് ഈ പറയുന്ന എല്ലാ ഗവൺമെൻറ് ബിൽഡിങ്സിനും ഇന്ത്യൻ ഫീച്ചേഴ്സാണുള്ളത് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന രാജാക്കന്മാരുടെ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്സൊക്കെ ആയിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണ്, ഒരു ക്ലാസിക്കൽ ഗ്രീസ് ലുക്കും ഉണ്ടായിരുന്നു. ഒരു ഓവറോൾ ലുക്ക് ടച്ച് എന്ന് പറയുന്ന ഈ ആർക്കിടെക്ട്സ് ഗ്രീസിലെ ഓവറോൾ ടച്ച് വരുത്താനും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് ദ സെൻട്രൽ ഡോം ഓഫ് വൈസ്രോയ്സ് പാലസ് വർ കോപ്പീഡ് ഫ്രം ദ ബുദ്ധിസ്റ്റ് സ്തൂപ അറ്റ് സാഞ്ചി ആൻഡ് ദ റെഡ് സ്റ്റോൺ ആൻഡ് carved screens or jalis were borrowed from Mughal architecture. അതായത് ചില കാര്യങ്ങളൊക്കെ, അതായത് ഈ ഓരോ ബിൽഡിങ്സിൻ്റെ സെൻട്രൽ ഡോമിലെ, അതായത് സെൻട്രൽ കുടീരങ്ങളൊക്കെ നമ്മുടെ വൈസ്രോയുടെ പാലസിന് വേണ്ടിയിട്ടുള്ളത് ബുദ്ധൻ്റെ സ്തൂപ, അതായത് സാഞ്ചിയിലുള്ള ബുദ്ധൻ്റെ സ്തൂപയിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതായിരുന്നു. റെഡ് സാൻഡ് സ്റ്റോൺസും അതുപോലെ തന്നെ മുഗൾ ആർക്കിടെക്ചറിനകത്തുള്ള ഓരോ സ്ക്രീനിൽ കാർവ് ചെയ്ത സാധനങ്ങളൊക്കെ അവർ ഈ പറയുന്ന ഓരോ സ്ഥലത്തു നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതായിരുന്നു. ബട്ട് ദ ന്യൂ ബിൽഡിങ്സ് ഹാഡ് അസേർട്ട് British importance. That is why the architect made sure the Viceroy's palace was higher than that of Shahjahan's Jama Masjid. അതായത് എത്ര ഇങ്ങനെ കോപ്പി അടിച്ചതാണെങ്കിലും ഇവരെന്ത് ചെയ്തു, ഒരു ബ്രിട്ടീഷ് ഇമ്പോർട്ടൻസ് തരുന്ന രീതിയിലുള്ള ബിൽഡിങ്സ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും കരുതിയിരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വൈസ്രോയുടെ പാലസ് എപ്പോഴും ഷാജഹാനും ജമാ മസ്ജിദിനെക്കാളും നല്ലൊരു അടിപൊളിയാണ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നു. അത് നമ്മുടെ ആർക്കിടെക്ട്സ് എല്ലാം. How was this is to be done? ഇതെങ്ങനെയാണ് നടന്നത്? ന്യൂഡൽഹി നിയർലി 20 years to build. The idea was build a city that was stark contrast to ഷാജഹാനാബാദ്. ഏകദേശം 20 years എടുത്തു നമ്മുടെ ന്യൂഡൽഹി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സിറ്റിയുടെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഷാജഹാനാബാദിനേക്കാളും ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതായിരുന്നു. There were to be no crowded mohallas, no mazes of നാരോ ബൈ ലെയിൻസ്. അതായത് അവിടെ എന്തുണ്ടായിരുന്നില്ല, നമ്മുടെ മൊഹല്ലാസ്, സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നില്ല, അത്ര ക്രൗഡഡ് ആയിട്ടുള്ള അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു, അവിടുത്തെ ഡൽഹി സിറ്റി എന്നൊക്കെ പറയുമ്പോൾ മൊഹല്ലാസും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പേയ്മെൻറ്റ്സും പവിലിയൻസും കൊണ്ടൊക്കെ അങ്ങനെ ഫുള്ള് സമ്പുഷ്ടമായിട്ടുള്ളതായിരുന്നു. ഈ പറയുന്ന ഇപ്പോഴത്തെ സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ മൊഹല്ലാസ് ക്രൗഡഡ് അല്ല, സ്ട്രീറ്റ്സ് ഒന്നും ക്രൗഡഡ് അല്ല, അതുപോലെ തന്നെ ചെറിയ ചെറിയ നാരോ ബൈലൈൻസ് ഇല്ല, അതായത് ഇങ്ങനെ കുറുക്ക് വഴികൾ പോലത്തെ ഇടവഴികളൊന്നും ഇല്ല. പിന്നെ ഇൻ ന്യൂഡൽഹി ദർ വർ ടു ബി ബ്രോഡ് സ്ട്രീറ്റ്സ് ലൈൻഡ് വിത്ത് സ്പ്രൗളിംഗ് മാൻഷൻസ് സെറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ലാർജ് കോമ്പൗണ്ട്സ്. അതായത് ന്യൂഡൽഹിയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ അവിടെ മാൻഷൻസൊക്കെ, അതായത് നമ്മുടെ വലിയ വലിയ മാളികകളൊക്കെ അത് ഏകദേശം മിഡിലായിരുന്നു, വലിയ കോമ്പൗണ്ടിൻ്റെ മിഡിലായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ആർക്കിടെക്ട്സ് വാണ്ടഡ് ന്യൂഡൽഹി ടു റെപ്രസെൻറ്റ് എ സെൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഇൻ കോൺട്രാസ്റ്റ് ടു ഖയോസ് ഓഫ് ഓൾഡ് ഡൽഹി. ആർക്കിടെക്ട്സ് എന്തായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്, അവിടെ ലോ ആൻഡ് ഓർഡറിനെ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ഓൾഡ് ഡൽഹിയിൽ
ഫുൾ ഖയോസ് ആയിരുന്നു, ഡൽഹിയിൽ ഫുൾ കൺഫ്യൂഷൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ന്യൂഡൽഹി ഓൾസോ ഹാഡ് ടു ബി ക്ലീൻ ആൻഡ് ഹെൽത്തി പ്ലേസ്. ന്യൂഡൽഹി എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ഹെൽത്തി പ്ലേസ് ആയിരിക്കണം. ദ ബ്രിട്ടീഷ് സോ ഓവർ ക്രൗഡഡ് സ്പേസസ് ആസ് അൺഹൈജീനിക് ആൻഡ് അൺഹെൽത്തി, ദ സോഴ്സ് ഓഫ് എ ഡിസീസ്. ദിസ് മീൻ ദാറ്റ് ദ ന്യൂഡൽഹി ഹാഡ് ടു ഹാവ് better water supply, sewage disposal and drainage facilities than the old city. It had to be green with the trees and parks, ensuring fresh air and adequate supply of oxygen. അതായത് ഈ ന്യൂഡൽഹി എപ്പോഴും ഫുള്ളി എന്തായിരിക്കണം, ക്ലീൻഡ് ആയിരിക്കണം. അവിടെ ഓവർ ക്രൗഡിംഗ് ഒന്നും പാടില്ല. ക്ലീൻ ഒന്നും അൺഹെൽത്തി ആണെങ്കിൽ എന്താണ്, ഡിസീസസ് പകരും. ഇത് ന്യൂഡൽഹിക്ക് നല്ലൊരു വാട്ടർ സപ്ലൈ അവരുണ്ടാക്കി, നല്ലൊരു സീവേജ് ഡിസ്പോസലും ഒക്കെ ഉണ്ടാക്കി. ഡ്രെയിനേജ് ഫെസിലിറ്റീസൊക്കെ ഓൾഡ് സിറ്റീനേക്കാണെങ്കിൽ നല്ല ഓക്കെ ആയിരുന്നു. എപ്പോഴും അത് ഗ്രീന് ട്രീസ് കൊണ്ടൊക്കെ പാർക്കൊക്കെ ഉണ്ടായിട്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്നത്, നല്ല അടിപൊളി ഓക്സിജനൊക്കെ കിട്ടുന്ന ഒരു തരത്തിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്തത്. അതായിരുന്നു അവരുടെ ഒരു വീക്ഷണം, ഒരു വിഷൻ അങ്ങനെയായിരുന്നു. ഇനി സോഴ്സ് 3 എന്താ പറയുന്നത്, ദ വിഷൻ ഓഫ് ന്യൂഡൽഹി. ദിസ് ഈസ് ഹൗ വൈസ്രോയ് ഹാർഡിങ് എക്സ്പ്ലെയിൻ ദ ചോയ്സ് ഓഫ് ഡൽഹി ആസ് എ ക്യാപിറ്റൽ. ഇതെങ്ങനെയാണ് വൈസ്രോയ് ഹാർഡിങ് നമ്മുടെ ഡൽഹീനെ ഒരു ക്യാപിറ്റലാക്കിയിട്ടുള്ള മാറ്റാനുള്ളൊരു ഐഡിയ കിട്ടിയത്. The change would strike the imagination of people of India, would be accepted by all the assertion of unfaltering determination to maintain British rule in India. അതായത് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇമാജിനേഷനിൽ സ്ട്രൈക്കാവും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന അസേർഷൻ, അതായത് ആ വാദം ഒരിക്കലും തെറ്റായൊരു തീരുമാനമല്ല. അങ്ങനെ അവർ ബ്രിട്ടീഷ് റൂൾ എന്ത് ചെയ്യും, ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ്. ഇങ്ങനത്തെ മാറ്റങ്ങളെ കൊണ്ടുവന്നാൽ ഈ ബ്രിട്ടീഷേഴ്സ് ഈ ഇന്ത്യൻസിൻ്റെ ഇടയിൽ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. ദ ആർക്കിടെക്ട് ഹെർബർട്ട് ബേക്കർ ബിലീവ്ഡ് ന്യൂ ക്യാപിറ്റൽ മസ്റ്റ് ബി ദ സ്കൾപ്ചറൽ മോണുമെൻറ്റ് ഓഫ് ദ ഗുഡ് ഗവൺമെൻറ് ആൻഡ് യൂണിറ്റി വിച്ച് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി ഹാസ് എൻജോയ്ഡ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അതായത് ആർക്കിടെക്റ്റ് എപ്പോഴും വിശ്വസിക്കുന്നത് ഈ ക്യാപിറ്റൽ എപ്പോഴും എന്താണ്, ഒരു സ്കൾപ്ചറൽ മോണുമെൻ്റ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ ഒരു ഗുഡ് ഗവൺമെൻറ്, ഒരു യൂണിറ്റായി, ഒരു ഐക്യം ഇന്ത്യയിൽ വേണം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവാൻ പോവുകയാണ്, ചരിത്രത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഇത് അവരെങ്ങനെയാണ്, ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലാണ് അവർക്കത് ഉണ്ടായത് എന്നുള്ളൊരു തോന്നൽ, ഒരു വിശ്വാസമായിരുന്നു ആർക്ക്, നമ്മുടെ ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റിന്. ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇസ് നോട്ട് എ മിയർ വെനീർ ഓഫ് ഗവൺമെൻറ് ആൻഡ് കൾച്ചർ. അതായത് ഗവൺമെൻറ്റിൻ്റെയും കൾച്ചറിൻ്റെയും ഒരു മുഖംമൂടി മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമല്ല, വെനീർ മാത്രമല്ല ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ന്യൂ സിവിലൈസേഷൻ ഇൻ ദ ഗ്രോത്ത്. അതായത് ഗവൺമെൻറ് കൾച്ചറും അല്ലെങ്കിൽ ഗവൺമെൻറ്റും കൾച്ചറും മാത്രമല്ല ഈ പറയുന്ന ബ്രിട്ടീഷ് റൂളോട് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു ന്യൂ സിവിലൈസേഷൻ അല്ലെങ്കിൽ പുതിയൊരു മാറ്റമാണ് എവിടെ, ഗ്രോത്തിലും. അതുപോലെ തന്നെ ബ്ലെൻഡ് ഓഫ് ബെസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റിലെ, ഈസ്റ്റിലെയും വെസ്റ്റിൻ്റെയും ഓരോ കൾച്ചേഴ്സിലൊക്കെ ഉള്ളൊരു ബ്ലെൻഡ് അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ. ഇറ്റ് ഈസ് ദിസ് ഗ്രേറ്റ് ഫാക്ട് ദാറ്റ് ദ ആർക്കിടെക്ചർ ഓഫ് ഡൽഹി should be a testimony. ഇതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ആർക്കിടെക്ചർ നല്ല ഒരു ടെസ്റ്റിമോണി ബിയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യം സാക്ഷ്യം വഹിക്കുന്നതാണെന്നാണ് ഈ പറയുന്ന വിഷൻ ഓഫ് ന്യൂഡൽഹിയിൽ പറയുന്നത്. ഇനി ലൈഫ് ഇൻ ദ ടൈം ഓഫ് പാർട്ടീഷൻ. ഇനി പാർട്ടീഷൻ്റെ സമയത്തുള്ള അവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947 ലെഡ് ടു എ മാസീവ് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ന്യൂ ബോർഡർ. അതായത് ഈ പറയുന്ന 1947 ഒരു പാർട്ടീഷൻ ഉണ്ടായപ്പോൾ ഒരുപാട് പോപ്പുലേഷൻസ് എന്ത് ചെയ്തു, നമ്മളെ രണ്ട് ബോർഡറിലേക്കും രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പോകാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ദ പോപ്പുലേഷൻ ഓഫ് ഡൽഹി സ്വെൽഡ്, ദ കൈൻഡ്സ് ഓഫ് ജോബ്സ് പീപ്പിൾ ഡിഡ് ചേഞ്ച് ആൻഡ് കൾച്ചർ ഓഫ് ദ സിറ്റി ബിക്കെയിം ഡിഫറെൻറ്റ്. അങ്ങനെ എന്തായി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് ഫുള്ള് പോപ്പുലേഷൻ കൂടി, ഒരുപാട് പേരുടെ ജോബുകൾ മാറി, കൾച്ചറെല്ലാം ഡിഫറെൻ്റായി. ഡേയ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ ദ ഫിയേഴ്സ് റയറ്റിംഗ് ബിഗാൻ. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം പാർട്ടീഷന് ശേഷം ഉള്ള ദിവസങ്ങളിലൊക്കെ എന്തായി, ഒരു ഇങ്ങനത്തെ പുതിയ ലഹള ഉണ്ടാവാൻ തുടങ്ങി. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻ ഡൽഹി വർ കിൽഡ് ആൻഡ് ഹോംസ് ലൂട്ടഡ് ആൻഡ് ബേൺഡ് ആസ് സ്ട്രീംസ് ഓഫ് മുസ്ലിംസ് ലെഫ്റ്റ് ഡൽഹി ഫോർ പാകിസ്ഥാൻ. ദർ പ്ലേസസ് were equally large number of Sikh and Hindus refugees from Pakistan. അതായത് ഈ പറയുന്ന പാർട്ടീഷന് ശേഷം എന്തായി, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അതിന് ശേഷം ഒരുപാട് വീടുകളും അതുപോലെ തന്നെ ഒക്കെ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. മുസ്ലിംസ് എന്ത് ചെയ്തു, അവർ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. ആ പ്ലേസിൽ അവരുടെ പ്ലേസായ സിഖുകാരും അതുപോലെ തന്നെ ഹിന്ദു റെഫ്യൂജീസും
റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ അഭയം പ്രാപിക്കാൻ വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ മുസ്ലിംസ് ലെഫ്റ്റ് ചെയ്ത പ്ലേസിലേക്ക് വന്നു. ദ റെഫ്യൂജീസ് റോംഡ് ദ സ്ട്രീറ്റ്സ് ഓഫ് ഷാജഹാനാബാദ് സെർച്ചിങ് ഫോർ എംപ്റ്റി ഹോംസ് ടു ഓക്കുപൈ. അങ്ങനെ റെഫ്യൂജീസ് എന്ത് ചെയ്തു, നമ്മുടെ ഷാജഹാനാബാദിൽ ഫുൾ അലഞ്ഞു തിരിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അവർ കിട്ടിയ ഒഴിഞ്ഞ വീടുകളിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. അറ്റ് ദി ടൈംസ് ദേ ഫോഴ്സ്ഡ് മുസ്ലിംസ് ടു ലീവ് ഓർ സെൽ ദെയർ പ്രോപ്പർട്ടീസ്. ഓവർ 2/3 ഓഫ് ദ ഡൽഹി മുസ്ലിം മൈഗ്രേറ്റഡ്. ഓൾമോസ്റ്റ് 44,000 homes were abandoned. Terrorist Muslims lived in the makeshift camps till they could leave for Pakistan. അപ്പം ഈ പറയുന്ന മുസ്ലിംസൊക്കെ എന്ത് ചെയ്തു, അവരെ അങ്ങനെ പോവാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് വിൽക്കാനോ വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്തു. ഏകദേശം 2/3 ഓഫ് മുസ്ലിംസ് എന്തായി, അവർ മൈഗ്രേറ്റ് ചെയ്തു, വേറെ സ്ഥലത്തേക്ക് പോയി. 44,000-ഓളം വീടുകൾ അവരെന്ത് ചെയ്തു, ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ടെററൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിംസ് എന്ത് ചെയ്തു, അവർ മേക്ക് ഷിഫ്റ്റ് ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്ത് ചെയ്തു, അവർക്ക് പാകിസ്ഥാനിൽ പോയി. At the same time, Delhi became the city of refugees. Nearly 5 lakh people were added to Delhi's population, which was little over 8 lakh people in 1951. Most of these migrants were from Punjab. അതായത് ഡൽഹിയിലെ സമയത്ത് എന്തായി, ഡൽഹി ഫുള്ള് ഇങ്ങനെ പറയുന്ന അഭയം പ്രാപിച്ചു വരുന്ന റെഫ്യൂജീസായി. 5 ലാക്കോളം ആൾക്കാരിൽ കൂടിയപ്പോൾ ഡൽഹിയുടെ പോപ്പുലേഷൻ ആകെ കൂടി. ഈ മൈഗ്രേറ്റ്സ് കൂടുതലും പഞ്ചാബിൽ നിന്നായിരുന്നു. ദേ സ്റ്റേഡ് ഇൻ ദ ക്യാമ്പ്, സ്കൂൾസ്, മിലിറ്ററി ബറാക്സ് ആൻഡ് ഗാർഡൻസ്, ഹോപ്പിംഗ് ടു ബിൽഡ് ന്യൂ ഹോംസ്. സം ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ഒക്കുപ്പൈ റെസിഡൻസസ് ദാറ്റ് ഹാവ് ബീൻ വെക്കേറ്റഡ്. അതർ വേർ ഹൗസ്ഡ് ഇൻ റെഫ്യൂജി കോളനീസ്. അപ്പോൾ ഈ പറയുന്ന അവരെന്ത് ചെയ്തു, ക്യാമ്പുകളിലും സ്കൂളുകളിലും മിലിറ്ററിക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലും ഗാർഡൻസിലൊക്കെ പോയിട്ട് അവർ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അവർ പുതിയൊരു ബിൽഡിങ് അല്ലെങ്കിൽ പുതിയ ഹോംസ് ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ചിലരൊക്കെ എന്ത് ചെയ്തു, അവരുടെ ചില റെസിഡൻസ് വെക്കേറ്റായി പോയ റെസിഡൻസിൽ അവിടെ പോയി താമസിക്കാനുള്ള അവകാശം കിട്ടി. ചിലരെന്ത് ചെയ്തു, അവർ റെഫ്യൂജി കോളനീസിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. ന്യൂ കോളനീസ് സച്ച് ആസ് ലജ്പത് നഗർ ആൻഡ് തിലക് നഗർ came up this time. Shops and stalls were set up to cater to demands of the migrants. Schools and colleges were also opened. അപ്പോൾ ഈ ഒരു ലാജ്പത് നഗറും തിലക് നഗറൊക്കെ ഉണ്ടായത് ഈ ഒരു സമയത്തായിരുന്നു. ഷോപ്പുകളും സ്റ്റാളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. കാരണം മൈഗ്രൻസിന് എന്ത് വേണം, അവർക്ക് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾസും കോളേജസൊക്കെ ഓപ്പൺ ആയി തുടങ്ങി, ഇങ്ങനെ ഈ റെഫ്യൂജീസിനെ ഒക്കുപൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ഫിഗർ 11 നിങ്ങൾക്ക് കാണാൻ പറ്റും. 1000 സ്റ്റേഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ് സെറ്റപ്പ് ഇൻ ഡൽഹി ആഫ്റ്റർ പാർട്ടീഷന് ശേഷം ഡൽഹിയിൽ 1000-ഓളം ആളുകൾ റെഫ്യൂജി ക്യാമ്പ്സിൽ സ്റ്റേ ചെയ്യുന്നൊരു ഫോട്ടോ ആണ് ഫിഗർ 11 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദ സ്കിൽസ് and occupations of the refugees were quite different from those of the people they replaced. ഈ പറയുന്ന റെഫ്യൂജീസിൻ്റെ സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആൾക്കാർ പോയ മുസ്ലിംസിനെക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു. മെനി ഓഫ് ദ മുസ്ലിംസ് ഹൂ വെൻറ്റ് ടു പാകിസ്ഥാൻ വെർ ആർട്ടിസൻസ്, പെറ്റി ട്രേഡേഴ്സ് ആൻഡ് ലേബറേഴ്സ്. ദ ന്യൂ മൈഗ്രൻസ് കമ്മിങ് ടു ഡൽഹി വെർ റൂറൽ ലാൻഡ് ലോഡ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഈ പോയ ആൾക്കാരും വന്ന റെഫ്യൂജീസും തമ്മിൽ അവർ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. അവരുടെ കഴിവുകളും അവരുടെ ജോലികളും ഡിഫറെൻ്റ് ആയിരുന്നു. പോയ മുസ്ലിംസൊക്കെ എന്താണ്, അവിടെ അവർ ആർട്ടിസൻസ് ആയിരുന്നു, കലാവിരുദ്ധന്മാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്രേഡേഴ്സ്, പണിക്കാരൊക്കെ ആയിരുന്നു. പിന്നെ അവർ വന്നവരാണെങ്കിൽ എങ്ങനെയാണ്, അവരൊക്കെ ലാൻഡ് ലോഡുകൾ അല്ലേ, അതായത് ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ് ലോഡുകൾ, പിന്നെ അതുപോലെ തന്നെ ലോയർമാർ, ടീച്ചേഴ്സ്, ചെറിയ സ്മോൾ ഷോപ്പ് കീപ്പേഴ്സൊക്കെ ആയിരുന്നു. പാർട്ടീഷൻ ചേഞ്ച്ഡ് ദെയർ ലൈഫ്സ് ആൻഡ് ദെയർ ഒക്കുപ്പേഷൻസ്. ദേ ഹാഡ് ടു ടേക്ക് അപ്പ് ന്യൂ ജോബ്സ് സച്ച് ആസ് ഹോക്കേഴ്സ്, വെൻഡേഴ്സ്, കാർപ്പൻറ്റേഴ്സ് ആൻഡ് അയൺ സ്മിത്ത്. മെനി ഹൗവർ പ്രോസ്പെർഡ് ഇൻ ദെയർ ന്യൂ ബിസിനസ്. അപ്പം ഈ പറയുന്ന പാർട്ടീഷൻ കാരണം അവരുടെ ജോബ് അവർക്ക് നഷ്ടമായി. അവർ പുതിയ ജോബ് ഏറ്റെടുക്കാൻ വേണ്ടി ബാധ്യസ്ഥരായി. ചിലരൊക്കെ എന്തായി, ഷോപ്പ് കീപ്പേഴ്സായിട്ടുള്ള ഹോക്കേഴ്സായി, ചിലരിങ്ങനെ വെൻഡർമാരായി, ചിലർ കാർപ്പൻറ്റേഴ്സ് ഇങ്ങനെ പറയുന്ന ആശാരിമാരായി, ചിലരെന്തായി അയൺ സ്മിത്തുകളായി അല്ലേ, ഇങ്ങനെ കൊല്ലന്മാരായി. അങ്ങനെ അവർ ചില ആൾക്കാർ എന്ത് ചെയ്തു, ഇങ്ങനെ പുതിയ ബിസിനസ്സിൽ അവർ പ്രോസ്പെരിറ്റി കണ്ടെത്തി, അല്ലെങ്കിൽ പുതിയ ബിസിനസ് അവർ നല്ല രീതിയിൽ പച്ചപിടിച്ചിട്ടുണ്ടായിരുന്നു. ദ ലാർജ് മൈഗ്രേഷൻ ഫ്രം പഞ്ചാബ് ചേഞ്ച് ദ സോഷ്യൽ മിലിയൂ ഓഫ് ഡൽഹി. അങ്ങനത്തെ ഈ ഒരു മൈഗ്രേഷൻ കാരണം തന്നെ ഈ സോഷ്യൽ, അതായത് സാമൂഹിക മാറ്റം തന്നെ ഡൽഹിയിലുണ്ടായി. ആൻഡ് urban culture largely based on Urdu was overshadowed by new tastes and sensibilities in food, dress and arts. അതായത് ഒരു ഈ പറയുന്ന ഡൽഹിയിൽ urban culture, ഡൽഹി സിറ്റി ആയതുകൊണ്ട് urban culture തന്നെ ഈ പറയുന്ന ഉറുദു ആൾക്കാർ വന്നപ്പോൾ അവരുടെ ടേസ്റ്റുകളും അവരുടെ ഫുഡ്, വസ്ത്രങ്ങളിലും ആർട്സിലൊക്കെ വന്ന മാറ്റങ്ങളിൽ തന്നെ എന്തായി, ഫുൾ കവറപ്പായി. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്
ഡൈവേഴ്സിറ്റിയിൽ നമ്മുടെ ഡൽഹി അർബൻ ഏരിയ ആയിട്ടുള്ള ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നൊക്കെയാണ് ഈ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയൊരു ലാസ്റ്റ് പാട്ടും കൂടെ ഉണ്ട്. ആ പാട്ട് നമ്മൾ കുറച്ച് അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് സൂൺ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു ഓൾ.